ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് ചാപ്റ്റർ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എലമെൻറ്റ് ഓഫ് കോസ്റ്റ്. അപ്പം 3 എലമെൻറ്റുകളാണ് നമുക്കുള്ളത് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തതാണ്. അതിലൊന്നായിരുന്നു മെറ്റീരിയൽ, രണ്ടാമത്തെ ലേബർ, മൂന്നാമത്തേത് എക്സ്പെൻസ് ആയിരുന്നു. ഇങ്ങനെ 3 എലമെൻ്റ് ആയിരുന്നു നമ്മൾ നോക്കിയിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ എലമെൻറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് മെറ്റീരിയൽ എന്ന് നോക്കാം. മീനിങ് ഓഫ് മെറ്റീരിയൽ. ഓക്കെ, പ്രൊഡക്ഷൻ ഓഫ് എനി ആർട്ടിക്കിൾ വിൽ റിക്വയർ സം ഫോം ഓഫ് മെറ്റീരിയൽസ്. Material is substance from which the product is made. Material are the basic substance that are transformed into finished goods. നമുക്കറിയാം, ഒരു പ്രൊഡക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ത്, മെറ്റീരിയൽ എന്ന് പറയുന്നത്, അല്ലേ? അത് ഏറ്റവും സബ്സ്റ്റൻസ് ആണ്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് റിക്വയർ ആയിട്ട് വേണ്ടതാണെന്ത്, മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റിനെ അതിൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത് മെറ്റീരിയലിൻ്റെ ഇതുകൊണ്ടാണ്. മെറ്റീരിയൽ ഉള്ളതുകൊണ്ടാണ് അതിനെ നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സാക്കി മാറ്റാൻ കഴിയുന്നത്. അപ്പോൾ മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഈ ഒരു കാറ്റഗറിയിൽ എന്തൊക്കെയാണ് വരിക എന്നാണ് നോക്കുക. അപ്പോൾ മെറ്റീരിയൽ ഇൻക്ലൂഡ് റോ മെറ്റീരിയൽസ്, കോമ്പോണൻറ്റ്സ്, പിന്നെ കസ്റ്റമബിൾ സ്റ്റോഴ്സ്, മെയിൻ്റനൻസ് മെറ്റീരിയൽസ്, ടൂൾസ്, പ്രൈമറി പാക്കിംഗ് ആൻഡ് മെറ്റീരിയൽസ്. ഇതെല്ലാം നമ്മൾ മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. മെറ്റീരിയൽ എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ ആണെന്ന് മാത്രമല്ല, ആ മെറ്റീരിയൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്റ്റോർ റൂംസ്, അതേപോലെ നമുക്ക് പ്രൈമറി പാക്കിംഗ്, നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ പാക്കിംഗ് നടത്തൂല, അത് മെറ്റീരിയലാണ്. പിന്നെ അത് പ്രൊഡക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന മെറ്റീരിയൽസ്, ഇതെല്ലാം ഒരു പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ഡയറക്റ്റ്ലി ആയി ഇൻഡയറക്റ്റ്ലി ആയിട്ടും അതിൻ്റെ മുകളിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിലുള്ളതാണ് നമ്മൾ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റോഴ്സ് എന്താണെന്നാണ്. ഓക്കെ, സ്റ്റോർ ഇൻക്ലൂഡ് നോട്ട് ഓൺലി റോ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ബട്ട് ഓൾസോ അതർ ഐറ്റം ഹെൽഡ് ഇൻ സ്റ്റോക്ക് ഇൻ ദ സ്റ്റോർ റൂം സച്ച് ആസ് കോമ്പണൻറ്റ്സ്, ടൂൾസ്, പാറ്റേൺസ്, മെയിൻ്റനൻസ് മെറ്റീരിയൽസ്, കൺസ്യൂമർ സ്റ്റോഴ്സ്. ഇതൊക്കെ, അതായത് സ്റ്റോഴ്സിൽ റോ മെറ്റീരിയൽസ് മാത്രമല്ല യൂസ് ചെയ്യുക, അതായത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ള റോ മെറ്റീരിയൽസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതല്ല. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള എല്ലാം തന്നെ ഹെൽഡ് ചെയ്ത് വെക്കുന്നതാണ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെ ഉണ്ടാവുക, കോമ്പണൻറ്റ്സ് ഉണ്ടാവാം, അതേപോലെ ടൂൾസുകൾ, പാറ്റേൺസ്, മെയിൻ്റനൻസ് മെറ്റീരിയൽസ്, അതേപോലെ വർക്കിംഗ് പ്രോഗ്രസ്, അതായത് നിലവിൽ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്ട്സുകൾ ഉണ്ടാവും, അതേപോലെ ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളുണ്ടാവും, ഒക്കെ സ്റ്റോഴ്സിൽ പെട്ടതാണ്. ദെൻ വി ഡിസ്കസ് ഇൻവെൻട്രി. ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്, സ്റ്റോക്ക് എന്നാണ് സിംപ്ലി നമ്മൾ പറയുന്നത്. സ്റ്റോക്ക്. ദ ടേം ഇൻവെൻട്രി സിംപ്ലി റെഫേഴ്സ് ടു സ്റ്റോക്ക്. ഇൻ എ മാനുഫാക്ചറിംഗ് ഫേം, inventory includes stocks of raw materials, work in progress, finished goods and stores. In short, inventory includes stock of materials and stores. Inventory സിംപ്ലി നമ്മൾ സ്റ്റോക്ക് എന്നാണ് അതിനെ പറയുക. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഫേമിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻവെൻട്രി ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എന്തൊക്കെയായിരിക്കും, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്സ് ഉണ്ടാവും, അതേപോലെ വർക്കിംഗ് പ്രോഗ്രസ്, നിലവിൽ ഫിനിഷ്ഡ് ആയിട്ടില്ലാത്ത സെമി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഗുഡ്സിനെയാണ് നമ്മൾ വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. അത് ദെൻ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവും. ഇതെല്ലാം ചേർന്നതാണ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇതിൽ 3 കാര്യങ്ങളാണ് നോക്കിയത്. മെറ്റീരിയൽ എന്താണെന്ന് നോക്കി, സ്റ്റോഴ്സ് എന്താണെന്ന് നോക്കി, ഇൻവെൻട്രി എന്താണെന്ന് നോക്കി. നെക്സ്റ്റ് വി ഡിസ്കസ് ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലിൻ്റെ 2 ക്ലാസിഫിക്കേഷനാണ്, ഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് മെറ്റീരിയലും. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഒരു പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പാർട്ടായിട്ട്, അതായത് അതിൻ്റെ പാർട്ടായിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ്ലി അതിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. The direct materials, those materials which are directly entering into production and become a finished product. It can be easily identified in the product and can be directly charged into
പ്രൊഡക്റ്റ്, ദെൻ ജോബ് ആൻഡ് പ്രോസസ്സ്. ഓക്കെ, നമുക്ക് ആ ഒരു പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഡയറക്റ്റ്ലി അതുമായിട്ട് ബന്ധം ഉണ്ടാവുന്ന പ്രൊഡക്റ്റുകളാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആണ്. നമുക്കറിയാം അതെന്താണ്, ഇൻഡയറക്റ്റ് ആയിരിക്കും. ഇറ്റ് കനോട്ട് ബി ഡയറക്റ്റ്ലി ചാർജ്ഡ് ടു പ്രൊഡക്റ്റ്, ജോബ് ആൻഡ് പ്രോസസ്സ്. അതിന് പ്രൊഡക്ഷനുമായിട്ട് ഡയറക്റ്റ്ലി എന്തായിട്ടുണ്ടാവില്ല, ബന്ധം ഉണ്ടാവില്ല. പക്ഷേ എന്താണ് അതിൻ്റെ മറ്റുള്ള മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ഇൻഡയറക്റ്റ് ആയിട്ട് ആ പ്രൊഡക്റ്റൊന്നും ഡയറക്റ്റ്ലി നമുക്കതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ പ്രൊഡക്റ്റുകളാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു ഷൂ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണിത് ലെതർ എന്ന് പറയുന്നത്. അപ്പോൾ ലെതർ എന്താണ്, അതൊന്നും ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളതാണ്. ഓക്കെ, അത് ഷൂവിൻ്റെ മുകളിൽ നമുക്ക് ലെതർ ഐഡൻറ്റിഫൈ ചെയ്യാം. പക്ഷേ നമുക്ക് ഈ ഒരു ഇൻഡയറക്റ്റ് ഈ ഒരു ഷൂവിൻ്റെ മുകളിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിന് വേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്തെങ്കിലും സ്പെയർ ആയിട്ട്, അതായത് ഇത് ഷൂ ആക്കണമെങ്കിൽ വല്ല സൂചിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത് നമുക്ക് ഇതിൻ്റെ പാർട്ടാണ്. പക്ഷേ ഇതുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധമില്ല, പക്ഷേ അതിൻ്റെ ഒരു മെയിൻ്റനൻസ് കാര്യത്തിലൂടെ അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് രണ്ട് ക്ലാസിഫിക്കേഷൻസ് ഉള്ളത്, ഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് മെറ്റീരിയലും. ദെൻ വി ഗോ ടു മെറ്റീരിയൽ കൺട്രോൾ. എങ്ങനെയാണ് നമ്മൾ ഇൻവെൻട്രി കൺട്രോൾ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ഇൻവെൻട്രി കൺട്രോൾ എങ്ങനെയാണ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയൊക്കെ ആണെന്നാണ് ഇനി നമുക്ക് വരുന്ന കാര്യങ്ങളിലൊക്കെ പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ഈ ഇൻവെൻട്രി കൺട്രോൾ അല്ലെങ്കിൽ മെറ്റീരിയൽ കൺട്രോൾ എന്താണെന്നാണ് നോക്കുന്നത്. ഇറ്റ് സിംപ്ലി മീൻസ് കൺട്രോൾ ഓവർ ദ മെറ്റീരിയൽ. ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ഫേമിൽ ഉണ്ടാവുന്ന മെറ്റീരിയൽസ് പിന്നെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അതായത് നമുക്ക് മെറ്റീരിയൽ ഉണ്ട്, പക്ഷെ നമുക്ക് മെറ്റീരിയൽ എന്ത് ചെയ്യാൻ പാടില്ല, ഓവർ സ്റ്റോക്ക് ആവാനും പാടില്ല, അതേപോലെ അണ്ടർ സ്റ്റോക്ക് ആവാനും പാടില്ല. അതായത് നമുക്ക് ആവശ്യത്തിൽ കൂടുതലായിട്ട് മെറ്റീരിയൽ ഒരു മാനുഫാക്ചറിങ് ഫേമിൽ ഉണ്ടാവരുത്. കാരണം അത് വെറുതെ ഐഡിയലായിട്ട് കിടക്കുമ്പോൾ നമുക്ക് യാതൊരു ഉപകാരം ഉണ്ടാവില്ല, നമുക്ക് വേസ്റ്റേജ് ആണ് കൂടുതലുണ്ടാവുക. പക്ഷേ അണ്ടർ സ്റ്റോക്കിംഗ് ആവാനും പാടില്ല. നമുക്കൊരു മിനിമം ലെവൽ മെറ്റീരിയൽ ആവശ്യമാണ്, അതിൻ്റെ താഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യരുത്, മെറ്റീരിയൽ ഇല്ലാതായി പോകാനും പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഇടയിലുള്ള ഒരു മെറ്റീരിയൽ നമ്മൾ ഓർഗനൈസേഷനിൽ കീപ്പ് ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇതിന് വേണ്ടി കുറേ ടെക്നിക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അത് നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പം മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുന്നത് സിംപ്ലി എന്താണ്, കൺട്രോൾ ഓവർ മെറ്റീരിയൽ. ഓർഗനൈസേഷനിലെ മെറ്റീരിയൽസിനെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്തുകൊണ്ട് പോവാം. അപ്പോൾ നോക്കാം. A system which ensures the provision of right quantity of material of the right quality, right time and right place at a minimum cost. മിനിമം കോസ്റ്റിൽ നമുക്ക് മെറ്റീരിയൽ റൈറ്റ് ക്വാണ്ടിറ്റിയിൽ, അതായത് കൃത്യമായ അളവിൽ കൃത്യമായ ക്വാളിറ്റിയിൽ കൃത്യമായ ടൈമിൽ എവിടെയാണോ നമുക്ക് കിട്ടേണ്ട പ്ലേസിൽ നമുക്ക് എന്ത് ചെയ്യണം, മെറ്റീരിയൽ ആവശ്യമുള്ളപ്പോൾ നമുക്ക് കിട്ടണം. അതിനാണ് നമ്മൾ മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഒരു മെറ്റീരിയൽ കൺട്രോൾ 5 R ചേർന്നതാണെന്ന് പറയാം. ഓക്കെ, 5 R's ഇൻവോൾവ് ഇൻ ദ എഫിഷ്യൻറ്റ് മെറ്റീരിയൽ കൺട്രോൾ. ഒരു എഫിഷ്യൻറ്റ് മെറ്റീരിയൽ കൺട്രോൾ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ട് എന്ന് പറയണമെങ്കിൽ 5 R's ഉണ്ടായിരിക്കണം. അതൊന്ന് റൈറ്റ് ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കണം, അതായത് കറക്റ്റ് അളവിൽ നമുക്ക് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കണം. ദെൻ റൈറ്റ് ക്വാളിറ്റി, പ്രോപ്പർ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആയിരിക്കണം. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെന്ന് വിചാരിച്ച് ചിലപ്പോൾ ക്വാളിറ്റി കുറവായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാകും. അങ്ങനെ ആവരുത്, റൈറ്റ് ക്വാളിറ്റിയും ഉണ്ടാവണം, റൈറ്റ് ക്വാണ്ടിറ്റിയും ഉണ്ടാവണം. പിന്നെ റൈറ്റ് ടൈമിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കണം, നമ്മൾ റൈറ്റ് പ്ലേസിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതായത് എവിടെയെങ്കിലുമൊക്കെ കീപ്പ് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് കിട്ടണം. നമ്മളൊരു സ്റ്റോർ റൂം ഉണ്ടെങ്കിൽ നമുക്ക് അത് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്ത് ഓരോ മെറ്റീരിയൽസിന് നമ്പർ ഇട്ട് അത് എവിടെയാണ്, പ്ലേസ് എവിടെയാണ്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്കതിന് പെട്ടെന്ന് കിട്ടണം. പിന്നെ റൈറ്റ് സോഴ്സ് എന്നുള്ളതായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ മെറ്റീരിയൽ കൺട്രോൾ ഉണ്ടെന്ന് പറയാം. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻസ് ആണ് ഇനി നോക്കുന്നത്. ഇമ്പോർട്ടൻസ്, നീഡ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ. ഇവിടെ നിങ്ങൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ ചോദിച്ചാലും വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ, പിന്നെ ഒരു ഓർഗനൈസേഷനിൽ മെറ്റീരിയൽ കൺട്രോളിൻ്റെ ആവശ്യകത എന്തൊക്കെയാണെന്ന് ചോദിച്ചാലൊക്കെ എഴുതുന്നത് ആൻസേഴ്സാണ്. ഇത് തന്നെ എഴുതിയാൽ മതി. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
ഫസ്റ്റ് വൺ, ഒരു മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇറ്റ് എൻഷുർ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് റിക്വയേർഡ് മെറ്റീരിയൽ സോ ദാറ്റ് ദർ ഈസ് നോ പ്രൊഡക്ഷൻ ഡിലേ. അതായത് നമുക്ക് ആവശ്യമുള്ളപ്പം തന്നെ നമുക്ക് മെറ്റീരിയൽസ് കിട്ടും, കണ്ടിന്യൂസ് സപ്ലൈ ഉണ്ടാവും. നമുക്ക് എപ്പോഴാണോ മെറ്റീരിയൽ ഉണ്ടാവുക അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ഉണ്ടാവും. പിന്നെ അതിനോണ്ട് തന്നെ നമുക്ക് പ്രൊഡക്ഷൻ ഡിലേ ഉണ്ടാവില്ല. അതായത് നമ്മളൊരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുകയാണ്, പക്ഷെ നമുക്ക് കറക്റ്റ് മെറ്റീരിയൽ കൺട്രോൾ ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള മെറ്റീരിയൽസ് കിട്ടില്ല. അപ്പോൾ നമ്മളെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, അവിടെ സ്റ്റോപ്പ് ആവും അല്ലെങ്കിൽ ഡിലേ വരും. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മെറ്റീരിയൽസ് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, മെറ്റീരിയൽ കൺട്രോൾ പ്രൊഡക്ഷൻ ഡിലേ ഉണ്ടാവില്ല. പിന്നെയുള്ളത് ഇറ്റ് മിനിമൈസ് ദ വേസ്റ്റേജ്, പിൽഫറേജ് ആൻഡ് സോ ഓൺ. പിന്നെന്താണ്, വേസ്റ്റേജ് കാര്യങ്ങളൊക്കെ മിനിമൈസ് ചെയ്യാനും സഹായിക്കുന്നുണ്ട് മെറ്റീരിയൽ കൺട്രോൾ. പിന്നെ ഇറ്റ് ലീഡ്സ് ടു എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. നമ്മുടെ ഓർഗനൈസേഷനിലെ ഫണ്ടിനെ എന്ത് ചെയ്യാം, എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ടൈഡ് അപ്പ് ഇൻ ഇൻവെൻട്രീസിന് കൂടുതലായിട്ട് ക്യാപിറ്റൽസ് മുടക്കുന്നുണ്ടാവും ചിലവർ. അപ്പോൾ അത് കുറയ്ക്കാൻ, അതായത് പ്രോപ്പർ മെറ്റീരിയൽ കൺട്രോൾ ഉണ്ടാകുമ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ക്യാപിറ്റലും ആവശ്യം ഉണ്ടാവും. അല്ലാതെ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇറ്റ് റെഡ്യൂസ് സ്റ്റോറേജ് കോസ്റ്റ്. മെറ്റീരിയൽസ് എന്ത് ചെയ്യാണ്, സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ കോസ്റ്റ്, അതിനും നമുക്ക് കോസ്റ്റ് വേണം. അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാം, ഓർഗനൈസേഷനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് എൻഷുർ എഫിഷ്യൻറ്റ് ആൻഡ് ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ്. പിന്നെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമമായിട്ട് നമുക്ക് മെറ്റീരിയൽസ് യൂട്ടിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇറ്റ് എൻഷുർ മെയിൻ്റനൻസ് ഓഫ് പ്രോപ്പർ ആൻഡ് അപ് ടു ഡേറ്റ് റെക്കോർഡ്സ് ഓഫ് ഇൻവെൻട്രി. പിന്നെ നമ്മളൊരു ഓർഗനൈസേഷനിൽ മെറ്റീരിയൽ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തൊക്കെ ഇൻവെൻട്രീസ് ഉണ്ട്, പിന്നെ എങ്ങനെയാണ് അത് എത്ര ഇൻവെൻട്രി അല്ലെങ്കിൽ എത്ര സ്റ്റോക്കുകൾ നമ്മൾ ഓരോന്നിനു വേണ്ടി ഉപയോഗിച്ചു, എത്ര സ്റ്റോക്കുകൾ നമ്മൾ ഓർഗനൈസേഷനിലേക്ക് വന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന പ്രോപ്പർ റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്യും, ഓർഗനൈസേഷനിൽ കീപ്പ് ചെയ്യും മെറ്റീരിയൽ കൺട്രോൾ ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമ്മളെന്താണ്, വെറുതെ നമുക്ക് മെറ്റീരിയൽസ് ഇങ്ങനെ വരുന്നതും പോകുന്നതൊന്നും നമ്മുടെ ഓർഗനൈസേഷൻ നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ ഇറ്റ് പ്രൊവൈഡ് റിക്വയർഡ് ഇൻഫർമേഷൻസ് ടു മാനേജ്മെൻറ്റ് ടു എനേബിൾ ടു ടേക്ക് ഇൻവെൻട്രി ഡിസിഷൻസ്. പിന്നെയുള്ളത് നമുക്ക് ഓർഗനൈസേഷനിൽ മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടും എന്നുള്ളതാണ്, ഇൻവെൻട്രി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇങ്ങനെ പ്രോപ്പറായിട്ട് നമ്മൾ റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് പോകുമ്പം നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ അല്ലെങ്കിൽ ഇൻവെൻട്രി ഡിസിഷൻസ് ഓർഗനൈസേഷനിൽ എടുക്കാൻ പറ്റുന്നുള്ളതും മറ്റൊരു നീഡ് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ടും ഇമ്പോർട്ടൻ്റ് ഒക്കെ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെറ്റീരിയൽ കൺട്രോൾ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ മെറ്റീരിയൽ കൺട്രോളിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ കൺട്രോളാണ്. ഓക്കെ, എന്താണ് മെറ്റീരിയൽ കൺട്രോൾ കൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്, ഇറ്റ് എൻഷുർ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ ഫോർ യൂസ് ഇൻ പ്രൊഡക്ഷൻ. പിന്നെ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രൊഡക്ഷനിൽ ഡിലേ വരുത്താതെ മെറ്റീരിയൽ കണ്ടിന്യൂസ് ഫ്ലോ ഉണ്ടാവുക. അതായത് പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് അവോയ്ഡ് ദ ഓവർ സ്റ്റോക്കിംഗ് ഓഫ് മെറ്റീരിയൽ ഫോർ ദ യൂസ് ഇൻ പ്രൊഡക്ഷൻ. ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്ന ഓവർ സ്റ്റോക്കിംഗ്, അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ആവശ്യമില്ലാതെ നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ ഓർഗനൈസേഷനിൽ മെറ്റീരിയൽസ് വന്ന് കൂടുക എന്നുള്ളത് നമുക്ക് വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല. കാരണം നമുക്കത് കൂടുതൽ വേസ്റ്റും കോസ്റ്റും ഉണ്ടാക്കുക എന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഓവർ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞ ഏർപ്പാടിനെ ഒഴിവാക്കുക എന്നുള്ളതും വേറൊരു ഉദ്ദേശമാണ്. പിന്നെ to minimize the wastage and loss of the material in the course of purchase, storage, usage. മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതും സ്റ്റോറേജ് ചെയ്യുന്നതും യൂസേജ് ചെയ്യുന്നതും ഉണ്ടാകുന്ന വേസ്റ്റ്, ലോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിനിമൈസ് ചെയ്യാനുള്ളതും മറ്റൊരു ഒബ്ജക്റ്റീവാണ്. ദെൻ ടു എൻഷുർ ദ പ്രൊക്യൂർമെൻറ്റ് ഓഫ് മെറ്റീരിയൽ ഓഫ് റിക്വയേർഡ് ക്വാളിറ്റി അറ്റ് ദ ലോവസ്റ്റ് പോസിബിൾ പ്രൈസ്. നമുക്ക് പ്രോപ്പർ ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് പോസിബിൾ, അതായത് മിനിമം കോസ്റ്റിൽ നമുക്ക് ലഭിക്കുക എന്നുള്ളത് മറ്റൊരു ഒബ്ജക്റ്റീവാണ്.
പിന്നെ ടു എൻഷുർ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് മെറ്റീരിയൽ. എന്താണ്, നമുക്കുള്ള മെറ്റീരിയൽസിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക, എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യുക. ദെൻ ടു എൻഷുർ പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽ. നമ്മൾ എന്ത് ചെയ്യുക, മെറ്റീരിയൽസ് നമ്മൾ പ്രോപ്പർലി സ്റ്റോർ ചെയ്ത് വെക്കുക. പിന്നെ ടു എൻഷുർ ബെറ്റർ സർവീസ് ടു കസ്റ്റമർ, പിന്നെ കസ്റ്റമർ സർവീസ്. ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഇൻട്രൊഡക്ടറി പാർട്ട്, ദെൻ നമ്മളതിൻ്റെ മെറ്റീരിയൽ കൺട്രോൾ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്താ, നീഡ് എന്താണ്, പിന്നെ നമ്മൾ നോക്കിയത് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഏരിയയിൽ ലാസ്റ്റ് നോക്കുന്നത് എസെൻഷ്യൽസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് സൗണ്ട് സിസ്റ്റം ഓഫ് മെറ്റീരിയൽ കൺട്രോൾ. നമ്മുടെ ഓർഗനൈസേഷനിൽ എന്താണ് ഒരു മെറ്റീരിയൽ കൺട്രോൾ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ എസെൻഷ്യൽസ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് there should be proper coordination and cooperation among the various departments like purchase departments, storage departments, receiving departments, inspection departments, accounting departments. നമുക്ക് ഓർഗനൈസേഷനിൽ ഒരു മെറ്റീരിയൽ കൺട്രോൾ പ്രോപ്പർ സൗണ്ട് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൺട്രോൾ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സിന് തമ്മിൽ ഒരു പരസ്പരം കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരാൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓരോരുത്തർ ഇഷ്ടപ്രകാരമായി നടക്കുമ്പം എന്ത് ചെയ്യില്ല, പ്രോപ്പറായിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പരസ്പരം എന്ത് ചെയ്യാണ്, കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള സൗണ്ട് സിസ്റ്റമായിട്ട് നമുക്ക് മെറ്റീരിയൽ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പർച്ചേസ് ഷുഡ് ബി മെയ്ഡ് ബൈ സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ്. സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, മെറ്റീരിയൽസൊക്കെ പർച്ചേസ് ചെയ്യേണ്ടത്. പിന്നെ there should be a proper classification and codification of material. പിന്നെ നമുക്കുണ്ടാവുന്ന മെറ്റീരിയൽസിനെ പ്രോപ്പർലി ക്ലാസിഫൈ ചെയ്യണം. ഇപ്പം ഓരോന്നിൻ്റെയും നമ്മൾ ഒരു മാനുഫാക്ചറിങ് ഫേമിൽ പലതരത്തിലുള്ള പ്രൊഡക്ഷൻ ഉണ്ടാവും, അതിനൊക്കെ പലതരത്തിലുള്ള റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ടാവും. അപ്പോൾ ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് അനുസരിച്ച് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ നമ്മൾ അതിനെന്ത് ചെയ്യാണ്, ഓരോ ക്ലാസിഫൈ ചെയ്യുക. മെറ്റീരിയൽ 1, മെറ്റീരിയൽ 2 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യും. അതേപോലെ ഇതിനെന്താണ് പ്രോപ്പറായിട്ടുള്ള കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്പറിങ് ആണ്. അത് നമുക്ക് ഏതെങ്കിലും ആൽഫബറ്റിക്, ന്യൂമറിക്കൽ ഏത് രീതിയിലും നമുക്ക് ഒരു കോഡ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, അതിനെ കോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിനുള്ള AB എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മെറ്റീരിയലിന് കോഡ് കൊടുക്കുക. പിന്നെ there should be a separate inspection department. ഓരോന്നിനും ഓരോ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വേണം. ദെൻ സ്റ്റാൻഡേർഡ് ഫോം ഷുഡ് ബി യൂസ്ഡ് ഫോർ ഓർഡേഴ്സ് ആൻഡ് റിക്വസിഷൻസ്. അതായത് മെറ്റീരിയൽ ഓർഡേഴ്സ് കൊടുക്കുന്നതിനും റിക്വസിഷൻ ചെയ്യുന്നതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഫോം കീപ്പ് ചെയ്തുകൊണ്ട് പോകണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് മാത്രം പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം മെറ്റീരിയൽ കൺട്രോൾ ഉണ്ടാവണമെങ്കിൽ. നെക്സ്റ്റ്, മെറ്റീരിയൽ റിക്വയർമെൻറ്റ് ഷുഡ് ബി പ്രോപ്പർലി പ്ലാൻഡ്. നമുക്ക് ഏതൊക്കെ മെറ്റീരിയലാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിരിക്കണം. മെറ്റീരിയൽ ഷുഡ് ബി പർച്ചേസ്ഡ് അറ്റ് റൈറ്റ് ടൈം. നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ ടൈമിൽ നമ്മൾ പർച്ചേസ് ചെയ്യണം. അല്ലാതെ തോന്നിയ ടൈമിലൊന്നും പർച്ചേസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യില്ല, അതിൻ്റെ പ്രോപ്പർ കൺട്രോൾ ഉണ്ടാവില്ല. ദെൻ there should be a proper system of internal check. ഇൻറ്റേർണൽ ചെക്കിനൊരു പ്രോപ്പർ സിസ്റ്റം വേണം. എങ്ങനെയാണ് അതേപോലെ നമുക്ക് ഓർഗനൈസേഷനിൽ പ്രോപ്പറായിട്ടുള്ള ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ തന്നെ മെറ്റീരിയൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ചെക്ക് ചെയ്തോളും. എത്ര മെറ്റീരിയൽസ് വന്നു, എത്ര മെറ്റീരിയൽസ് പോയി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. പിന്നെ അപ്രോപ്രിയേറ്റ് ആൻഡ് സ്യൂട്ടബിൾ റെക്കോർഡ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ബുക്ക് റെക്കോർഡ്സ് കീപ്പ് ചെയ്തുകൊണ്ട് പോകണം. ബിൻ കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്തുകൊണ്ട് പോവുക. പിന്നെ സ്യൂട്ടബിൾ മെത്തേഡ് ഫോർ പ്രൈസിങ് മെറ്റീരിയൽ ഇഷ്യൂസ് എസെൻഷ്യൽ. മെറ്റീരിയലിന് ആവശ്യമായിട്ടുള്ള പ്രൈസിങ് ഉണ്ട്, അതിന് കൊടുക്കുക എന്നുള്ളത് സ്യൂട്ടബിൾ പ്രൈസിങ് ആയിരിക്കണം. അതും ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ദ സ്റ്റോറേജ് ഓഫ് ഓൾ മെറ്റീരിയൽ ഷുഡ് ബി വെൽ പ്ലാൻഡ്. ഓരോ മെറ്റീരിയൽ എങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യണം എന്നുള്ളത് നമ്മൾ വെൽ പ്ലാൻഡ് ആയിരിക്കണം. ചിലത് നമുക്ക് വെതറിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ആ വെതറിൻ്റെ അനുസരിച്ച്, അതായത് നമുക്ക് ഓരോ കാലാവസ്ഥയിലുണ്ടാവുന്ന മെറ്റീരിയൽ ഉണ്ടാവും, അത് അതിൻ്റെ പ്രോപ്പറായ രീതിയിൽ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്ത് വെക്കണം. പിന്നെ
The various stock levels like minimum, maximum, etc. should be fixed for each item of the material. അപ്പം ഓരോ മെറ്റീരിയലിനും ഒരു മിനിമം ലെവലും മാക്സിമം ലെവലും എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് മനസ്സിലാവാം ആ മാക്സിമം ലെവലിൽ നിന്ന് കൂടുകയാണെങ്കിൽ അത് ഓവർ സ്റ്റോക്കിംഗ് ആണെന്നും ആ മിനിമം ലെവലിൽ നിന്ന് താഴെയാണെങ്കിൽ നമ്മളത് അണ്ടർ സ്റ്റോക്കിംഗ് ആണെന്നും മനസ്സിലാവും. അപ്പോൾ എന്ത് ചെയ്യണം, അത് നമ്മൾ എന്ത് ചെയ്യണം, നോക്കിയിട്ട് വേണം ഫിക്സ് ചെയ്യാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു മെറ്റീരിയൽ കൺട്രോൾ എസെൻഷ്യൽ ആവണമെങ്കിൽ അല്ലെങ്കിൽ സൗണ്ട് സിസ്റ്റം ഓഫ് മെറ്റീരിയൽ കൺട്രോൾ ഉണ്ടായിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ട പ്രിൻസിപ്പിൾസ്, എസെൻഷ്യൽസൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങളാണ് മെറ്റീരിയൽ കൺട്രോളിന് വേണ്ടി നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് ഇത്രയാണ്. എന്തൊക്കെയാണ്, ഫസ്റ്റ് നമ്മൾ മീനിങ് ആണ് പറഞ്ഞത്, എന്താണ് മെറ്റീരിയൽ. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റോഴ്സ് എന്താണ്, ഇൻവെൻട്രി എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ദെൻ ക്ലാസിഫിക്കേഷൻ ഇൻറ്റേർണൽ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് 2 എണ്ണം. പിന്നെ മെറ്റീരിയൽ കൺട്രോൾ എന്താണ്, അതിൻ്റെ 5 R's എന്താണ് നോക്കി. പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, നീഡ്സ്, ദെൻ അതിൻ്റെ എസെൻഷ്യൽസ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.